ഹായ് ഓൾ. അപ്പൊ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ബിറ്റ്കോയിന്റെയും ഗോൾഡിന്റെ പ്രീ മാർക്കറ്റ് അനാലിസിസും കാര്യങ്ങളുമാണ്. നെക്സ്റ്റ് വീക്കിലോട്ടുള്ള ന്യൂസും കാര്യങ്ങളും എന്റെ അനാലിസിസും കാര്യങ്ങളും എന്തൊക്കെയാണെന്നാണ് ഇന്ന് പറയാൻ പോകുന്നത്. മൈ നെയിം ഈസ് ഹരികൃഷ്ണ. ഐ എം എ ക്രിപ്റ്റോ ആൻഡ് ഫോറക്സ് ട്രേഡർ. വെൽക്കം ടു മാർക്കറ്റ് ട്രസ്റ്റ്. ഫസ്റ്റ് ഓഫ് ഓൾ തന്നെ നമ്മളൊരു ട്രേഡിലോട്ട് എൻ്റർ ആകുമ്പോൾ നമ്മൾ ആ ഒരു കോയിനിൽ എന്തെങ്കിലുമൊക്കെ ന്യൂസും കാര്യങ്ങളും ഉണ്ടോ എന്നാണ് ഫസ്റ്റ് നമ്മൾ അനലൈസ് ചെയ്യേണ്ടത്. നേരെ പോയി നമ്മൾ ചാർട്ടും കാര്യം അനലൈസ് ചെയ്യുന്നതിന് മുമ്പ് എന്തൊക്കെയാണ് അതിൻ്റെ അകത്തെ ന്യൂസും കാര്യങ്ങളും നോക്കാതെ നമ്മൾ ട്രേഡ് എടുത്തു കഴിഞ്ഞാൽ ആ ഒരു ന്യൂസിന്റെ ടൈമിൽ നമ്മൾ ട്രേഡ് ഓപ്പൺ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ആ ട്രേഡ് ലോസ് ആവുകയുള്ളൂ. കാരണം ആ ഒരു ടൈമിൽ ഹ്യൂജ് വോളറ്റിലിറ്റി ആയിരിക്കും ഉണ്ടായിരുന്നത്. അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ തന്നെ നമ്മൾ ആദ്യം നോക്കാൻ പോകുന്നത് എന്തെങ്കിലുമൊക്കെ ന്യൂസും കാര്യങ്ങളും ഉണ്ടോ, നെക്സ്റ്റ് വീക്കിൽ എന്തൊക്കെ ന്യൂസസും കാര്യങ്ങളാണ് നടക്കുന്നത് നമുക്കൊന്ന് ജസ്റ്റ് നോക്കാം. ഓക്കെ, അപ്പോൾ ഇപ്പോൾ ഞാൻ ഇവിടെ എടുത്തേക്കുന്ന ഫോറക്സ് ഫാക്ടറി എന്ന് പറയുന്ന ഒരു വെബ്സൈറ്റ് ആണ്. ഇതിൻ്റെ അകത്ത് ന്യൂസും കാര്യങ്ങളും ഉണ്ട്. അപ്പോൾ ജസ്റ്റ് ഒന്ന് ചെക്കൗട്ട് ചെയ്തേക്കാം. ആൻഡ് നമ്മൾ നോക്കുവാണെങ്കിൽ നെക്സ്റ്റ് നമുക്ക് മേജറായിട്ട് ന്യൂസും കാര്യങ്ങളും വരുന്നത് മൺഡേ ജൂൺ 16 നോക്കുവാണെങ്കിൽ USD ഡോളറിൽ 6 PM നമ്മുടെ എംപയർ സ്റ്റേറ്റ് മാനുഫാക്ചറിങ് ഇൻഡെക്സിന്റെ ഒരു ന്യൂസും കാര്യങ്ങളും വരുന്നുണ്ട് 6 PM വൈകിട്ട് 6 മണിക്ക്. അപ്പോൾ ആ ഒരു ടൈമിൽ ട്രേഡും കാര്യങ്ങളും ഒഴിവാക്കുക. ആൻഡ് ഇവിടെ ഞാൻ USDയുടെ കാര്യം മാത്രമേ പറയുന്നുള്ളൂ. കാരണം നമ്മുടെ മേജറായിട്ട് ബിറ്റ്കോയിനെയും ഗോൾഡിനെയും അഫക്ട് ചെയ്യുന്ന ഒരു കറൻസിയാണ് ഈ ഗോൾഡ്. അപ്പോൾ ഒരു ഗോൾഡിന്റെ ന്യൂസും കാര്യങ്ങളുമാണ് ബിറ്റ്കോയിനെയും ഗോൾഡിനെ അഫക്ട് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് USDനെ മാത്രമാണ് ഞാൻ പറയുന്നത്. അപ്പോൾ USD നോക്കുവാണെങ്കിൽ ഏകദേശം ജൂലൈ 16 നമുക്കൊരു മീഡിയം ഇമ്പാക്റ്റ് ഉള്ള ഒരു ന്യൂസ് ഉണ്ട്. ആൻഡ് ജൂൺ 17 നോക്കുവാണെങ്കിൽ ഹൈ ഇമ്പാക്റ്റ് ആയിട്ടുള്ള ഒരു രണ്ട് ന്യൂസും കാര്യങ്ങളുണ്ട് USDയിൽ. അതും 6 PM വൈകിട്ട് 6 മണിക്ക് ഹൈ ഇമ്പാക്റ്റ് ആയിട്ടുള്ള രണ്ട് ന്യൂസ് ഉണ്ട് USDയിൽ. ഈ ഹൈ ഇമ്പാക്റ്റ് ഈ ഒരു റെഡ് ഫോൾഡറിൽ കിടക്കുന്ന കേട്ടോ. ആൻഡ് വെനസ്ഡേ നോക്കുവാണെങ്കിൽ ജൂൺ 18 വെനസ്ഡേ നോക്കുവാണെങ്കിൽ ഏകദേശം 11:30 രാത്രി 11:30 3 ന്യൂസ് ഉണ്ട്. അതും ഫെഡറൽ ഫണ്ട്സ് റേറ്റ് ആൻഡ് ഫോമിക് ന്യൂസ് ഉണ്ട് ആൻഡ് ഫോമിക് സ്റ്റേറ്റ്മെന്റ് ആയിട്ടുള്ള അങ്ങനെ 3 ന്യൂസും കാര്യങ്ങളുണ്ട്. അപ്പൊ രാത്രി 11:30 ആരെങ്കിലും ട്രേഡ് എടുക്കുന്നുണ്ട് അത് അവോയ്ഡ് ചെയ്യാം. അന്ന് നല്ല വോളറ്റിലിറ്റിയും കാര്യങ്ങളും ഉണ്ടാകുന്ന ഒരു ദിവസമായിരിക്കും. കാരണം USD 4 ന്യൂസ് ഉണ്ട് വൈകിട്ട് 6 മണിക്കും മറ്റേ രാത്രി 11:30 ഉണ്ട്. അപ്പോൾ അന്നത്തെ ദിവസം നല്ല വോളറ്റൈൽ ആയിരിക്കും മാർക്കറ്റ്. അപ്പോൾ അതിനനുസരിച്ച് ട്രേഡും കാര്യങ്ങളും ഇനിഷ്യേറ്റ് ചെയ്യുക. ആൻഡ് തേഴ്സ്ഡേ നോക്കുവാണെങ്കിൽ ജൂലൈ 19 തേഴ്സ്ഡേ നോക്കുവാണെങ്കിൽ നമ്മുടെ USDയിൽ ഒരു ന്യൂസ് കാണുന്നുള്ളൂ. രാവിലെ 12 മണിക്ക് ഫോമിക് പ്രസ് കോൺഫറൻസ് ആ ഒരു ന്യൂസും കാര്യങ്ങളും ഉള്ളൂ. ആൻഡ് ഫ്രൈഡേ നോക്കുവാണെങ്കിൽ ഒരു മീഡിയം ഇമ്പാക്റ്റ് ആയിട്ടുള്ള ഒരു ന്യൂസേ ഉള്ളൂ ഇവിടെ. ആൻഡ് മേജറായിട്ട് നമ്മുടെ വെനസ്ഡേയിലാണ് ന്യൂസ് വരുന്നത്. വെനസ്ഡേ ആൻഡ് തേഴ്സ്ഡേ ഒരു ന്യൂസേ ഉള്ളൂ. ആൻഡ് മേജറായിട്ട് വെനസ്ഡേ ആണ് ന്യൂസ് വരുന്നത്. അപ്പോൾ ആ ഒരു ടൈമിൽ ട്രേഡും കാര്യങ്ങളും ഒക്കെ ഒഴിവാക്കിയിരിക്കുക. ആൻഡ് ആ വോളറ്റിലിറ്റി ഒന്ന് മൂവ് ആയതിനു ശേഷം ട്രേഡും കാര്യങ്ങളും ഇനീഷ്യേറ്റ് ചെയ്യുക. ഓക്കെ, അപ്പം ഞാനിവിടെ ഗോൾഡിന്റെ ചാർട്ട് എടുത്തിട്ടുണ്ട്. ഡെയിലി ടൈം ഫ്രെയിമിലെ ഗോൾഡിന്റെ ചാർട്ട് എടുത്തിട്ടുണ്ട്. അപ്പോൾ എന്താണ് എൻ്റെ വ്യൂസും കാര്യങ്ങളും നമുക്ക് നോക്കാം. ഓക്കെ, അപ്പോൾ പ്രൈസ് നോക്കുവാണെങ്കിൽ ഗോൾഡ് ഒരു ഓൾ ടൈം ഹൈയിൽ വന്നിട്ട് വീണ്ടും ഒരു ഓൾ ടൈം ഹൈ ബ്രേക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു മൂവ്മെന്റ് ആണ് ഇപ്പൊ കറന്റ്ലി കണ്ടുകൊണ്ടിരിക്കുന്നത്. ബട്ട് ഇവിടെ പ്രൈസ് നോക്കുവാണെങ്കിൽ ഇവിടെ ഒരു ലോ കാണാം. ഓക്കെ, ഡെയിലി ടൈം ഫ്രെയിമിൽ ഇവിടെ ഒരു ലോ, ഹൈ, ഹയർ ലോ, ഹയർ ഹൈ, ഹയർ ലോ, ഹയർ ഹൈ, ഹയർ ലോ. അപ്പൊ ഇനി എന്താണ് സംഭവിക്കുന്നത്? വീണ്ടും ഒരു ഹയർ ലോ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു മൊമെന്റം. ഓക്കെ, പ്രൈസ് ഇവിടെ ഒരു ഹയർ ലോ ഹയർ ഹൈ ക്രിയേറ്റ് ചെയ്ത് ഡെയിലി ടൈം ഫ്രെയിമിൽ പ്രൈസ് മൂവ് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പൊ നെക്സ്റ്റ് പ്രൈസ് ക്രിയേറ്റ് ചെയ്യാൻ പോകുന്നത് എന്തായിരിക്കും? ഒരു ഹയർ ഹൈ തന്നെയായിരിക്കും. അതാണ് നമ്മുടെ എക്സ്പെക്ടേഷൻ. ഓക്കെ, അപ്പൊ ഇവിടെ വീണ്ടും പ്രൈസ് ഒരു ഹയർ ഹൈ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു പോക്കായിരിക്കും. ആൻഡ് പ്രൈസ് ഇവിടെ നോക്കുവാണെങ്കിൽ ഈ ഒരു ഏരിയയിൽ ഏകദേശം 3 ടൈംസോളം നല്ല റെസിസ്റ്റൻസ് എടുത്തിട്ടുള്ള ഒരു ഏരിയ ആണ്. 3 ടൈംസോളം റെസിസ്റ്റൻസ് എടുത്തിട്ടുണ്ട് ഈ ഒരു ഏരിയയിൽ. ആൻഡ് പ്രൈസിന് നെക്സ്റ്റ് ഈ ഒരു ഏരിയ ഏകദേശം ഗോൾഡിന്റെ റെസിസ്റ്റൻസ് വരുന്ന ഏകദേശം 3150 മുതൽ 3430 വരെയുള്ള ഈ ഏരിയ പ്രൈസ് ബ്രേക്ക് ചെയ്യുവാണെങ്കിൽ നെക്സ്റ്റ് നമുക്കൊരു വീണ്ടും ഒരു ഓൾ ടൈം ഹൈ നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. ഓക്കെ, പ്രൈസ് ഇവിടുന്ന് ഇപ്പൊ നിൽക്കുന്ന ഏരിയയിൽ നിന്ന് ബൗൺസ് ബാക്ക് ചെയ്യാനുള്ള ചാൻസസ് കൂടുതലാണ്. കാരണം വീണ്ടും ഒരു ഹയർ ഹൈ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു മൊമെന്റ് ആണ് കാണുന്നത്. അതിന്റെ പ്രൈസ് ഇവിടെ നോക്കുവാണെങ്കിൽ റെസിസ്റ്റൻസ് ഉണ്ട്. ഇപ്പൊ കറന്റ്ലി നിന്ന് അവിടെ നിന്നാണ് റെജിസ്ട്രേഷൻ കിട്ടി താഴോട്ട് വന്ന്. ആൻഡ് ആ ഒരു ഏരിയ പ്രൈസ് വീണ്ടും ബ്രേക്ക് ചെയ്യുവാണെങ്കിൽ നമുക്ക് നെക്സ്റ്റ് ഒരു ഓൾ ടൈം ഹൈ എക്സ്പെക്ട് ചെയ്യാം. അതല്ല പ്രൈസ് ഇവിടുന്ന് വീണ്ടും താഴത്തോട്ടാണ് വരുന്നതെങ്കിൽ ഈ ഒരു ലോ പ്രൈസ് ബ്രേക്ക് ചെയ്യുവാണെങ്കിൽ വീണ്ടും നമുക്ക് താഴത്തോട്ടുള്ള ഒരു ഡൗൺ എക്സ്പെക്ട് ചെയ്യാം. ഏകദേശം ഈ ഒരു ഏരിയ വരെയുള്ള ഒരു ഡൗൺ നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. എന്തുകൊണ്ട് ഞാൻ ഈ ഏരിയ എടുത്തു? ആരെങ്കിലും ചിന്തിച്ചോ? ബിക്കോസ്
ഈ ഒരു ഏരിയ എടുക്കാൻ കാരണം നെക്സ്റ്റ് സപ്പോർട്ടായിട്ടുള്ള ഒരു ഏരിയ ആണ് ഈ ഒരു ഏരിയ. ഇവിടെ നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ഏകദേശം 1 2 3 തവണയോളം 2 തവണയുള്ള സപ്പോർട്ടും 3 തവണയുള്ള സപ്പോർട്ടും 2 തവണയുള്ള റെസിസ്റ്റൻസും എടുത്തിട്ടുള്ള ഒരു ഏരിയ ആണ് ഞാൻ ഈ വരച്ചിട്ടുണ്ടായിരുന്ന ഈ ഒരു സപ്പോർട്ട് ഏരിയ. അപ്പൊ നെക്സ്റ്റ് പ്രൈസ് ഈ മോളിൽ നിന്ന് റിജക്ഷൻ കിട്ടി ഈ ഒരു ലൈൻ പ്രൈസ് ബ്രേക്ക് ചെയ്യുവാണെങ്കിൽ നെക്സ്റ്റ് എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്ന ഈ ഒരു ഏരിയ തന്നെയായിരിക്കും. പ്രൈസ് ഈ ഒരു ലൈൻ ബ്രേക്ക് ചെയ്യുവാണെങ്കിൽ നമുക്കൊരു ചേഞ്ച് ഓഫ് ക്യാരക്ടർ കിട്ടി. ഇത്ര നേരം ഹയർ ലോ ക്രിയേറ്റ് ചെയ്ത് പ്രൈസ് പൊക്കോണ്ടിരിക്കുമായിരുന്നു. ആ ഒരു ഹയർ ലോ പ്രൈസ് ബ്രേക്ക് ചെയ്യുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്? ഒരു ലോ ക്രിയേറ്റ് ചെയ്തു, ഒരു ചേഞ്ച് ഓഫ് ക്യാരക്ടർ ആയി, ബുള്ളിഷിൽ നിന്ന് ബീറിഷിലോട്ട് ക്യാരക്ടർ ചേഞ്ച് ആയി പ്രൈസിന്റെ. അപ്പൊ വീണ്ടും സംഭവിക്കാൻ പോകുന്നത് താഴോട്ട് തന്നെ ഒരു മൊമെന്റ് ആയിരിക്കും. അപ്പൊ നെക്സ്റ്റ് നമുക്ക് പ്രൈസ് ഈ ഒരു ലൈൻ പ്രൈസ് ഈ ഒരു ലോ പ്രൈസ് ബ്രേക്ക് ചെയ്യുവാണെങ്കിൽ നെക്സ്റ്റ് ഞാൻ എക്സ്പെക്ട് ചെയ്യുന്ന ഈ ഒരു സപ്പോർട്ട് ഏരിയ ആയിരിക്കും. ഓക്കെ, ഈ ഒരു സപ്പോർട്ട് ഏരിയ ആയിരിക്കും. അപ്പൊ ഇതാണ് എന്റെ ഗോൾഡിന്റെ ഡെയിലി ടൈം ഫ്രെയിമിലുള്ള വ്യൂസും കാര്യങ്ങളും. ഓക്കെ, അപ്പൊ നമുക്കിനി ഗോൾഡിന്റെ 4 hour ടൈം ഫ്രെയിമിലെ വ്യൂസും കാര്യങ്ങളും എന്തൊക്കെയാണെന്ന് നോക്കാം. സ്മോളർ ടൈം ഫ്രെയിമിൽ എന്താണ് സംഭവിക്കുന്നത്, നെക്സ്റ്റ് എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്ന സ്മോളർ മൂവ്മെന്റ്സും കാര്യങ്ങളും എന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് നോക്കാം. ഓക്കെ, അപ്പൊ ഞാൻ പറഞ്ഞു നിർത്തി. നമ്മൾ ഡെയിലി ടൈം ഫ്രെയിമിൽ വീണ്ടും ഒരു ഹയർ ഹൈ പ്രൈസ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു പോക്കാണെന്ന് ഞാൻ പറഞ്ഞു. അപ്പൊ നമുക്ക് ആ സ്മോളർ ടൈം ഫ്രെയിമിൽ ഒരു കൺഫർമേഷൻ കിട്ടുവാണെങ്കിൽ നമുക്ക് ആ ഒരു ട്രെൻഡ് നമുക്ക് പിടിക്കത്തില്ലേ? വീണ്ടും ആ പോണ ഒരു ഹയർ ഹൈ ഫുള്ള് നമുക്ക് ക്യാച്ച് ചെയ്തില്ലേ? അപ്പൊ നമുക്ക് നോക്കാം. ഹൈ, ലോവർ ഹൈ, ലോവർ ലോ, ലോവർ ഹൈ, ലോവർ ലോ, ലോവർ ഹൈ. പ്രൈസ് ഇവിടെ ഒരു ലോവർ ഹൈ ക്രിയേറ്റ് ചെയ്തു. ഈ ക്രിയേറ്റ് ചെയ്ത ലോവർ ഹൈനെ നിങ്ങളൊന്ന് ശരിക്കും നോക്കിയേ. ഇവിടെ നല്ലൊരു മൊമെന്റ് ആയിരുന്നു. ഇവിടുന്ന് ഇത്രയും ഡൗൺ സൈഡ് വന്നിട്ട് പെട്ടെന്ന് രണ്ട് ക്യാൻഡിലാണ് ഇത്രയും വോളിയം ഉണ്ടായിരുന്ന ഈ 2 ക്യാൻഡിലിനെയും പ്രൈസ് ബ്രേക്ക് ചെയ്ത് ഇവിടെ വരെ എത്തിയത്. ഓക്കെ, അപ്പൊ നെക്സ്റ്റ് പ്രൈസ് ഈ ഒരു ഹൈ, ഓക്കെ, പ്രൈസ് ഈ ഒരു ഹൈ ബ്രേക്ക് ചെയ്യുവാണെങ്കിൽ നെക്സ്റ്റ് ഞാൻ ഒരു ബുള്ളിഷിലോട്ടായിരിക്കും എൻ്റെ ഒരു വ്യൂസും കാര്യങ്ങളും. ഓക്കെ, നമുക്കിപ്പോൾ 4 hour ടൈം ഫ്രെയിം നോക്കുവാണെങ്കിൽ നമുക്ക് ബീറിഷാണ് ഇപ്പോൾ സെന്റിമെന്റ് നടക്കുന്നത്. ആൻഡ് ഈ ഒരു ഹൈ പ്രൈസ് ബ്രേക്ക് ചെയ്യുവാണെങ്കിൽ ഒരു ചേഞ്ച് ഓഫ് ക്യാരക്ടർ ആയി. ബിക്കോസ് പ്രൈസ് ഇവിടെ വന്നേക്കുന്നത് ഒരു ഹൈ ലോ, ലോവർ ഹൈ, ലോവർ ലോ, ലോവർ ഹൈ, ലോവർ ലോ. ആൻഡ് ഈ ഒരു ലോവർ ഹൈ പ്രൈസ് തിരിച്ച് ബ്രേക്ക് ചെയ്യുവാണെങ്കിൽ അതൊരു ചേഞ്ച് ഓഫ് ക്യാരക്ടർ ആയി. പ്രൈസിന്റെ ക്യാരക്ടർ ചേഞ്ച് ആയി ബുള്ളിഷിലോട്ട് മാറി. അതിന്റെ പ്രൈസ് ഇവിടുന്ന് വീണ്ടും അപ്സൈഡ് പോകാനുള്ളൊരു സെന്റിമെന്റ് ഉണ്ട്, ഒരു വ്യൂസും കാര്യങ്ങളും ഉണ്ട്. ഓക്കെ, അപ്പൊ നിങ്ങളിത് നോക്കി വെച്ചേക്കുക. ഈ ഒരു ഹൈ പ്രൈസ് ബ്രേക്ക് ചെയ്യുവാണോ അതോ ഈ ലേറ്റസ്റ്റ് ആയിട്ട് ക്രിയേറ്റ് ചെയ്ത ഈ ഒരു ലോ വീണ്ടും പ്രൈസ് ബ്രേക്ക് ചെയ്യുവാണോ എന്ന് ഒന്ന് നോക്കിയേരെ. ഈ ഒരു ലോ വീണ്ടും ബ്രേക്ക് ചെയ്താൽ എന്താണ് സംഭവിക്കുന്നത്? നേരത്തെ സംഭവിച്ച തന്നെ വീണ്ടും കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കും. വീണ്ടും ഒരു ലോവർ ലോ, ലോവർ ഹൈ, ലോവർ ലോ, ലോവർ ഹൈ ക്രിയേറ്റ് ചെയ്ത് പോകും. ഓക്കെ, അപ്പൊ പ്രൈസ് ഈ ഒരു ഹൈ പ്രൈസ് ബ്രേക്ക് ചെയ്യുവാണെങ്കിൽ നെക്സ്റ്റ് ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നത് ഞാൻ നമ്മുടെ ഡെയിലി ടൈം ഫ്രെയിമിൽ പറഞ്ഞിട്ടുണ്ടായിരുന്ന ഈ ഒരു റെസിസ്റ്റൻസ് ഏരിയയിലോട്ടായിരിക്കും എൻ്റെ വ്യൂസും കാര്യങ്ങളും. അപ്പോൾ ഇത്രയാണ് എൻ്റെ ഗോൾഡിലെ വ്യൂസും കാര്യങ്ങളും. അപ്പോൾ ഇത്ര ഒന്ന് നോക്കി അനലൈസ് ചെയ്ത് വെച്ചേക്കാം. ഇത് എൻ്റെ അനാലിസിസും എൻ്റെ വ്യൂസും കാര്യങ്ങളുമാണ്. അപ്പോൾ ഇതിൻ്റെ അകത്ത് എന്തെങ്കിലും ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രം ഉണ്ടെങ്കിൽ അത് മാത്രം നിങ്ങൾ എടുക്കുക. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് നമുക്ക് ബിറ്റ്കോയിൻ്റെ അനാലിസിസും കാര്യങ്ങളും എന്തൊക്കെയാണെന്ന് നോക്കാം. ഓക്കെ, അപ്പം ഞാനിപ്പോൾ നേരെ ബിറ്റ്കോയിൻ്റെ ചാർട്ട് എടുക്കുന്നുണ്ട്. BTC USBT. ഓക്കെ, ബിറ്റ്കോയിൻ്റെ ചാർട്ട് നോക്കുവാണെങ്കിൽ ഇവിടെ നമുക്ക് പ്രൈസ് ഒരു ഓൾ ടൈം ഹൈ പ്രൈസ് ക്രിയേറ്റ് ചെയ്തിട്ട് ഇവിടെ ഒരു പ്രൈസ് ഇപ്പം ഒന്ന് ഡൗൺ സൈഡ് വരുന്നുണ്ട്. ആ താഴെയുള്ള ലിക്വിഡിറ്റീസും കാര്യങ്ങളും എടുക്കാൻ വേണ്ടിയിട്ട് പ്രൈസ് എപ്പോഴും മൂവ് ചെയ്യുന്നത് ലിക്വിഡിറ്റിയുടെ ബേസിലായിരിക്കും. പ്രൈസിൽ എന്തോരം ബൈ ഓർഡേഴ്സും സെൽ ഓർഡേഴ്സും ഉണ്ടെങ്കിൽ അത് ഫുള്ള് പ്രൈസ് എടുത്തിട്ടായിരിക്കും അത് മുകളിലോട്ട് പോകുന്നത്. ഓക്കെ, പ്രൈസ് അപ്പ് സൈഡിലോട്ട് പോകണമെന്നുണ്ടെങ്കിൽ താഴേന്ന് ബൈ ചെയ്തവരുടെ ബൈ ഓർഡേഴ്സ് എടുത്തിട്ടായിരിക്കും, അല്ലെങ്കിൽ താഴേന്ന് സെൽ ചെയ്തവരുടെ സെൽ ഓർഡേഴ്സ് എടുത്തിട്ടായിരിക്കും പ്രൈസ് വീണ്ടും പോകുന്നത്. കാരണം മാർക്കറ്റിന് ലിക്വിഡിറ്റി ഉണ്ടെങ്കിൽ വീണ്ടും മുകളിലോട്ട് പോകാനുള്ള ഒരു ഫ്യൂവൽ ഉണ്ടാവുള്ളൂ. അപ്പോൾ പ്രൈസ് വീണ്ടും ലിക്വിഡിറ്റി എടുത്തിട്ട് വീണ്ടും ഒരു ഓൾ ടൈം ഹൈ പോകും. അതാണ് എൻ്റെ ലോങ് ടൈമിലെ എക്സ്പെക്ടേഷനും കാര്യങ്ങളും. എൻ്റെ അടുത്ത വ്യൂസും കാര്യങ്ങളും എന്തൊക്കെയാണെന്ന് ഞാൻ പറയാം. ഓക്കെ, അപ്പം ഞാനിപ്പോൾ ഡെയിലി ടൈം ഫ്രെയിമിലെ ചാർട്ടും കാര്യങ്ങളും എടുത്തിട്ടുണ്ട്. ഞാൻ ജസ്റ്റ് ഇതൊക്കെ ഒന്ന് റിലേറ്റ് ചെയ്യാണ്. ഓക്കെ, അപ്പോൾ ബിറ്റ്കോയിൻ്റെ കേസ് നോക്കുവാണെങ്കിൽ ഇപ്പോൾ പ്രൈസ് നിൽക്കുന്നത് ഏകദേശം 1,30,30 എന്ന് പറഞ്ഞ ഒരു പ്രൈസ് റേഞ്ചിലാണ്. 1,30,30 എന്ന് പറഞ്ഞ ഒരു പ്രൈസ് റേഞ്ചിൽ ഇവിടുന്ന് പ്രൈസ് ഇവിടെ ഒരു ഹൈ ലോ, ഹയർ ലോ,
ലോവർ ഹൈ, ലോവർ ലോ, ലോവർ ഹൈ, ലോവർ ലോ. ഇവിടെ പ്രൈസ് ഈ ഒരു ഹൈനെ പ്രൈസ് ബ്രേക്ക് ചെയ്തു. അപ്പൊ നമുക്ക് ചേഞ്ച് ഓഫ് ക്യാരക്ടർ ചേഞ്ച് ആയി. അപ്പൊ ബുള്ളിഷിലോട്ടൊരു സെന്റിമെന്റ് കണ്ടു. അപ്പൊ ഈ ഒരു ഏരിയ ഈ നിൽക്കുന്ന ഏതൊരു ഏരിയയിൽ നിന്ന് വേണമെങ്കിലും നമുക്ക് റിജക്ഷൻ കിട്ടാനുള്ള ചാൻസസ് ആർ വെരി ഹൈ ബിക്കോസ് പ്രൈസ് ഈസ് കം ടു ദിസ് ഡിസ്കൗണ്ട് ഏരിയ. ഈ ഒരു ഡിസ്കൗണ്ട് ഏരിയയിലോട്ട് വന്നത് പ്രൈസ് ഈ ഒരു ഹൈ പ്രൈസ് ബ്രേക്ക് ചെയ്ത് ചേഞ്ച് ഓഫ് ക്യാരക്ടർ കിട്ടി. അതിന്റെ പ്രൈസിന് നെക്സ്റ്റ് വരേണ്ട ഒരു ഏരിയ ഒരു പുൾ ബാക്ക് തന്നെ. ആ ഒരു പുൾ ബാക്ക് നമുക്ക് ഇവിടെ കിട്ടിക്കൊണ്ടിരിക്കുക. ആൻഡ് ഇവിടുന്ന് നമുക്ക് പ്രൈസ് നെക്സ്റ്റ് വീണ്ടും ഒരു ഹൈ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു മൊമെന്റ് ആണ് കാണേണ്ടത്. ഓക്കെ, അപ്പൊ ഇപ്പൊ നിൽക്കുന്ന പ്രൈസ് എന്താണെന്ന് നിങ്ങൾ ജസ്റ്റ് ഒന്ന് അനലൈസ് ചെയ്തേ. നല്ലൊരു സപ്പോർട്ട് ഏരിയയിലല്ലേ പ്രൈസ് ഇപ്പൊ കറന്റ് നിൽക്കുന്നത്. ഓക്കെ, അപ്പൊ പ്രൈസ് ഇവിടെ ചേഞ്ച് ഓഫ് ക്യാരക്ടർ കിട്ടി. പ്രൈസ് തിരിച്ച് റീട്രേസ് ആയി ഒരു സപ്പോർട്ട് ഏരിയയിലോട്ട് വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ ആ സപ്പോർട്ട് ഏരിയയിൽ നിന്ന് ബയേഴ്സ് ആക്റ്റീവായി ബൈ ചെയ്ത് വീണ്ടും അപ്സൈഡിലോട്ട് വീണ്ടും പോകാനുള്ള ചാൻസസ് ആർ വെരി ഹൈ. കണ്ടോ, പ്രൈസ് ഈ ഒരു നല്ലൊരു സപ്പോർട്ട് ഏരിയയിലാണ് പ്രൈസ് ഇവിടെ വന്ന് നിൽക്കുന്നത്. അപ്പോൾ ഇവിടുന്ന് ബയേഴ്സ് ആക്റ്റീവായി ബൈ ചെയ്ത് വീണ്ടും ഒരു ഓൾ ടൈം ഹൈ ആണ് ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നത്. അതല്ലെങ്കിൽ ഉള്ള വ്യൂസും കാര്യങ്ങളും ഞാൻ പറയാം. ഓക്കെ, അപ്പോൾ ഇപ്പോൾ കറന്റ് നിൽക്കുന്ന സപ്പോർട്ടും കാര്യങ്ങളും നോക്കുവാണെങ്കിൽ ഏകദേശം ബിറ്റ്കോയിന്റെ സപ്പോർട്ടും 1,3420 മുതൽ 1,02,700 വരെയാണ് ബിറ്റ്കോയിന്റെ സപ്പോർട്ടും കാര്യങ്ങളും. ഓക്കെ, 1,3420 മുതൽ 1,02,700 വരെയാണ് നമ്മുടെ സപ്പോർട്ട് ഏരിയ വരുന്ന ബിറ്റ്കോയിനിൽ ഇപ്പം ഞാൻ വരച്ചേക്കുന്നത്. ഓക്കെ, പ്രൈസ് ഇവിടുന്ന് ഒരു നല്ലൊരു ഗുഡ് ക്യാൻഡിൽ കിട്ടുവാണെങ്കിൽ വീണ്ടും ഒരു അപ്സൈഡിലോട്ടുള്ള മൊമെന്റം നമുക്ക് കാണാൻ പറ്റും. അതല്ല പ്രൈസ് ഞാൻ ഇപ്പൊ പറഞ്ഞേക്കുന്ന ഈ ഒരു സപ്പോർട്ട് ഏരിയ ബ്രേക്ക് ചെയ്യുവാണെങ്കിൽ നെക്സ്റ്റ് ഞാൻ എക്സ്പെക്ട് ചെയ്യുന്ന ഈ ഒരു ലോയിലോട്ടുള്ള ഒരു എക്സ്പെക്ടേഷനും കാര്യങ്ങളും. ഈ ഒരു ലോയിൽ ഒരുപാട് ലിക്വിഡിറ്റീസും കാര്യങ്ങളുണ്ട്. അപ്പൊ ഈ ഒരു ലിക്വിഡിറ്റീസ് എടുക്കാൻ വേണ്ടിയിട്ട് പ്രൈസ് വരുമായിരിക്കും ഇത് ബ്രേക്ക് ചെയ്യുവാണെങ്കിൽ. ആൻഡ് ഇവിടുന്ന് ചിലപ്പോൾ ഒരു ഫേക്ക് ബ്രേക്ക് ഔട്ട് വന്നതിന് ശേഷം പ്രൈസ് വീണ്ടും അപ്സൈഡ് കയറി പോവാം, അല്ലെങ്കിൽ വീണ്ടും ഡൗൺ സൈഡ് പോകാം. ഓക്കെ, അതല്ല ഇവിടുന്ന് ഒരു മാനിപ്പുലേഷൻ അല്ല സംഭവിച്ചെങ്കിൽ വീണ്ടും പ്രൈസ് റെസിസ്റ്റൻസ് എടുത്ത് വീണ്ടും താഴോട്ട് പോകാനുള്ള ചാൻസസ് ആർ വെരി ഹൈ. ഓക്കെ, അപ്പോൾ നമുക്ക് ഇവിടെ സംഭവിക്കുന്ന മൂന്ന് സെനാറിയോസ് ആണ്. പ്രൈസ് ഇവിടുന്ന് സപ്പോർട്ട് എടുത്ത് വീണ്ടും അപ്സൈഡ് പോവുക, അതല്ല പ്രൈസ് ഇവിടുന്ന് ബ്രേക്ക് ഔട്ട് നൽകുക ആൻഡ് വീണ്ടും പ്രൈസ് താഴോട്ട് പോവുക, അതല്ലെങ്കിൽ ഒരു ഫേക്ക് ഔട്ട് തന്നിട്ട് പ്രൈസ് ഒന്ന് ബ്രേക്ക് ഔട്ട് ചെയ്ത് ഫേക്ക് ഔട്ട് തന്നിട്ട് വീണ്ടും അപ്സൈഡ് പോവുക. ഈ ഒരു 3 സെനാരിയോ ആണ് ഞാൻ ബിറ്റ്കോയിന്റെ കേസിൽ ഇപ്പൊ കറന്റ് ഇവിടെ നിൽക്കുന്ന ഏരിയയിൽ ഞാൻ കാണുന്നത്. ഓക്കെ, ആൻഡ് ഒരു 4 ടൈം ഫ്രെയിമും കാര്യങ്ങളും അനലൈസ് ചെയ്യുവാണെങ്കിൽ ഒരു ലോവർ ടൈം ഫ്രെയിമിലെ അനാലിസിസും കാര്യങ്ങളും നോക്കുവാണെങ്കിൽ പ്രൈസ് ലോവർ ടൈം ഫ്രെയിമിൽ നമുക്ക് നല്ലൊരു ബീറിഷ് ആയിട്ടുള്ള ഒരു മൊമെന്റ് ആണ് പ്രൈസ് കണ്ടുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, ഇവിടെ നോക്കുവാണെങ്കിൽ ഒരു ഹൈ ലോ ലോവർ ഹൈ ലോവർ ലോ. ഇവിടെ പ്രൈസിന് ചേഞ്ച് ഓഫ് ക്യാരക്ടർ നമ്മളെ മാനിപ്പുലേറ്റ് ചെയ്ത് വീണ്ടും താഴത്തോട്ട് പോയി. ആൻഡ് ഈ ഒരു ഹൈ പ്രൈസ് ബ്രേക്ക് ചെയ്താൽ മാത്രമാണ് നമുക്ക് വീണ്ടും ഒരു ബുള്ളിഷ് ആയിട്ടുള്ള ഒരു സെന്റിമെന്റിലോട്ട് ബിറ്റ്കോയിൻ കടക്കുകയുള്ളൂ ഒരു സ്മോളർ ടൈം ഫ്രെയിമിൽ. ഓക്കെ, ബുള്ളിഷിൽ ഇപ്പൊ ബുള്ളിഷ് ടൈം ഫ്രെയിമിൽ കറന്റ് തന്നെ ബിറ്റ്കോയിൻ ഓൾ ടൈം ഹൈ അടിച്ചിരിക്കും. അപ്പോൾ ലോവർ ടൈം ഫ്രെയിമിൽ ഈ ഒരു സ്മോൾ റീട്രേസ്മെന്റിൽ പ്രൈസ് ഈ ഒരു ഹൈ ബ്രേക്ക് ചെയ്യണം. ഏകദേശം 1,06,565 എന്ന് പറഞ്ഞ ഈ ഒരു ഹൈ പ്രൈസ് ബ്രേക്ക് ചെയ്താൽ നെക്സ്റ്റ് വീണ്ടും ബിറ്റ്കോയിനിൽ നല്ലൊരു മൊമെന്റം കാണാൻ പറ്റും. അപ്പൊ ജസ്റ്റ് അതൊന്ന് വാച്ച് ചെയ്തേക്കുക. ഓക്കെ, അപ്പൊ ഇതാണ് എൻ്റെ ബിറ്റ്കോയിന്റെ ഗോൾഡിന്റെ വ്യൂസും കാര്യങ്ങളും. നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇത് എൻ്റെ വ്യൂസും കാര്യങ്ങളും ആണ്. എന്തെങ്കിലും ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളുണ്ടെങ്കിൽ അത് മാത്രം എടുക്കുക. മാർക്കറ്റ് ട്രസ്റ്റ് എന്ന് പറഞ്ഞ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ആൻഡ് ഇൻസ്റ്റാ ഒന്ന് ചെക്കൗട്ട് ചെയ്യുക. ഇതുപോലത്തെ ഇൻഫോർമേറ്റീവ് വീഡിയോസിനായി ഫോളോ ഫോർ മോർ.